ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്നൊക്കെ പോകുന്ന താൻ ടൈപ്പിന്റെ നെക്സ്റ്റ് എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്? നമ്മുടെ താനും ടൈപ്പ് നല്ല റൊമാൻസിൽ ഇങ്ങനെ വെക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇടയ്ക്കൂടെ ഒരു പെണ്ണ് കയറി വരുമല്ലേ. പിന്നീടുള്ള നമ്മുടെ പിള്ളേർ അവസ്ഥ എന്തൊക്കെയാന്ന് പോയി നോക്കിയാലോ. അങ്ങനെ ചാമ്പും ടെക്നോയും ടൈപ്പും കൂടെ റെസ്റ്റോറന്റിൽ കഴിക്കാൻ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ചാമ്പിന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരും. ആ കൂട്ടത്തിൽ ഈ പൂഫ എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. കൂടുതലായിട്ട് ഇവര് മീറ്റിംഗ് വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പും പൂഫയും കൂടെ ഒന്ന് കണ്ടുമുട്ടി ഒന്ന് കമ്പനി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ക്യാഷ്വലായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ളൊരു ഫുഡ് ടൈപ്പിനും പൂഫൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഫുഡിനെ കുറിച്ച് സംസാരിച്ച് വരുമ്പോഴേക്കും ഇതിന്റെ റെസിപ്പി തരാൻ എന്ന വ്യാജേന പൂഫ എന്ത് ചെയ്യും, നമ്മുടെ ടൈപ്പിന്റെ ഫോൺ നമ്പർ വാങ്ങിക്കും. അങ്ങനെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ടൈപ്പിന് അറിയാം ഇവക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ പേരിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവ നമ്പർ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരുടെ ഫുഡൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം പൂഫ എന്ത് ചെയ്യും, നമ്മുടെ ടൈപ്പിനെ നോക്കി നോക്കി തന്നെ ഇങ്ങനെ പോകും. ടൈപ്പും ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടാണ് പൂഫിനെ വഴിയൊക്കെ ഇങ്ങനെ ആക്കിയൊക്കെ വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ടെക്നോ ഇത് ശ്രദ്ധിച്ചിട്ട് വന്നിട്ട് തട്ടിട്ട് പറയും, എന്ത് പറ്റി, പൂഫയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ടൈപ്പ് അത് പിന്നെ കണ്ടാലേ അറിയത്തില്ലേ എന്ന് പറയും. ഇവനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചാമ്പ് ചോദിക്കും, എന്റെ ഫ്രണ്ടിന് വല്ല ചാൻസ് ഉണ്ടോടാന്ന് ചോദിക്കും. പറയും, ഞാനല്ലടാ അത് ചോദിക്കണ്ടേ, എന്ത് സുന്ദരിയായിട്ട് ക്യൂട്ടായിട്ടുള്ള പെണ്ണാ അത്, അവക്ക് എന്താടാ വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് എനിക്ക് പറയേ. അതൊന്നും ഇല്ലടാ, അവള് സിംഗിളാന്ന് പറയും. എനിക്ക് വേണമെങ്കിൽ നീ നോക്കിക്കോ എന്ന് പറയുമ്പോ ശരിയെന്നുള്ള അർത്ഥത്തില് നമ്മൾ ടൈപ്പ് ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നീ ശരിയെന്ന് വെക്കല്ലേ ടൈപ്പേ, ഞങ്ങൾക്ക് സങ്കടം വരുന്നത് ഞങ്ങളുടെ പാവം താൻ. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെറുക്കൻ വീട്ടിൽ വരുമ്പോഴേക്കും താൻ ചോദിക്കും, എന്ത് പറ്റിയടാ, നീ എവിടെ പോയി, എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിക്കും. പറയും, ഞാൻ ചാമ്പിന്റെയും ടെക്നോയുടെ കൂടെ ഫുഡ് കഴിക്കാൻ പുറത്തു പോയതാടാ. അല്ല, നീ ഇതെവിടെ പോയി എന്ന് ചോദിക്കും. പറയും, ഞാൻ തുണിയൊക്കെ കഴുകാൻ പോയതാണ്, നിന്റെ തുണിയും കഴിയിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അതൊന്നും കൂടെ കഴിക്കോ, ഞാൻ എന്തായാലും കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. എന്ത്, എനിക്കിഷ്ടമല്ലെന്നോ? എനിക്കെങ്ങനെ അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ ഉറങ്ങാൻ വേണ്ടി ഈ റൂമിലോട്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും താൻ ഇത് കയറി പിടിച്ചിട്ട് വയ്ക്കും, ഓഹോ അപ്പൊ നീ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ റൂമിലോട്ട് വരുന്നത്, അല്ലാതെ വേറൊന്നും ഇല്ലല്ലേ എന്ന് പറയും. ഇവനിങ്ങനെ ഒരുമാതിരി പറയുന്ന കേൾക്കുമ്പോഴേക്കും ടൈപ്പ് പറയും, ഇപ്പൊ അങ്ങോട്ട് നല്ലോണം സംസാരിച്ച് അപ്പൊ തന്നെ നീ ഇടയ്ക്ക് എന്തെങ്കിലും കേറ്റുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ ടൈപ്പ് പോയി കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ബെട്ടി ഇരുന്നതും അവന്റെ ഒരു മെസ്സേജ് വരും. ഫോൺ എടുത്ത് നോക്കുമ്പോ ആരാ, നമ്മുടെ പൂഫയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടൈപ്പ് നീ എന്ത് ചെയ്യുവാണ് എന്ന് ചോദിച്ചിട്ട്. ഇത് കണ്ടുമ്പോഴേക്കും ടൈപ്പിന് ആദ്യം ഒരു പതറും, റിപ്ലൈ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കുറച്ചു നേരം താനെ നോക്കിട്ട് എന്ന് വരട്ടെ എന്നുള്ള രീതിയിൽ ഇവൻ റിപ്ലൈ കൊടുക്കും. എനിക്ക് ഉറക്കം വന്നില്ല, കാര്യം എന്താന്ന് വെച്ചാൽ നിന്നെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കിസ്സിന്റെ ഒരു ഇമേജും കൂടെ അടിച്ചു വിടും. എങ്ങനെയുണ്ട് ഇവൻ കില്ലാടി തന്നെ, എന്റെ പൊന്നടാ, ഈ കില്ലാടിത്തരം കൊണ്ടാക്കി ഞങ്ങളുടെ ചെറുക്കനെ നീ അങ്ങനെ മെറിസലാക്കി അവിടെ വെച്ചിരിക്കുന്നല്ലേ. അങ്ങനെ പൂഫിയായിട്ട് മെസ്സേജ് ഒക്കെ അയച്ച് ആദ്യം കുറച്ചൊക്കെ മെസ്സേജ് അയച്ച് പിന്നീട് ഫുൾ ടൈം അങ്ങ് മെസ്സേജ് അയപ്പായി. കോളേജില്, ക്യാൻറ്റീനില്, ഫുട്ബോൾ ഗ്രൗണ്ടില്, റൂമിൽ വന്നിട്ട് അങ്ങനെ ഫുൾ ടൈം ഇവനിങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അതും ഫ്ലർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജ് ഒക്കെ അയക്കുന്നത്. ഇപ്പോഴും എനിക്ക് നിന്റെ ചിന്തയാണ്, നിന്നെ കാണാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് കൂടുതൽ ഇങ്ങനെ അയച്ചോണ്ടിരിക്കുന്നത്. ഇവനിങ്ങനെ മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെ ഒരു പെണ്ണ് സെറ്റായ കാര്യം ഒന്നും എന്തൊരു പാവം നമ്മുടെ താൻ അറിയത്തില്ല. നമുക്ക് സങ്കടം വരും താൻ്റെ കാര്യം ഓർക്കുമ്പോൾ. താനാണ് എപ്പോഴത്തെ പോലെ ക്യാഷ്വലായിട്ട് വന്നിട്ട് ടൈപ്പിനെ വിളിച്ചിട്ട് പറയും, നിനക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ബാ കഴിക്കാന്ന് പറഞ്ഞു വന്ന് വിളിക്കുമ്പോഴേക്കും ഇവൻ തിരിഞ്ഞിട്ട് പറയും, എനിക്ക് നൂഡിൽസ് ഇഷ്ടമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാന്ന് പറയാം. പറയും, കൊള്ളാം, നിനക്ക് നൂഡിൽസ് ഇഷ്ടമാണ്, സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് ആണ് ഇഷ്ടം. സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് ആണെങ്കിൽ അതിനിടയ്ക്ക് വീണ്ടും കുരുമുളക് പൊടിയൊക്കെ ഇട്ടല്ലേ നീ കഴിക്കുന്നത്, നിന്റെ കാര്യം എനിക്കറിയത്തില്ലേ, എത്ര നാളായി നമ്മളിപ്പോ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര സ്നേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. പാവമുണ്ട് ടൈപ്പ്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ ടൈപ്പിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ താൻ പറയുമ്പോൾ ടൈപ്പിന് ഒരുമാതിരി ഹാപ്പി ആയിട്ട് ചോദിക്കും, കൊള്ളാം, നിനക്കിനി എന്തൊക്കെയാ ഇഷ്ടമെന്ന് ചോദിക്കും. ഇവനിങ്ങനെ ചോദിച്ചതും ബാക്കി നമ്മുടെ താൻ അങ്ങോട്ട് തുടങ്ങത്തില്ലേ, നിനക്കെന്താ എന്നെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവന്റെ ഒരു ഫുഡിന്റെ ലിസ്റ്റ് അങ്ങോട്ട് തുടങ്ങും. എനിക്ക് ഓംപ്ലേറ്റിനെക്കാട്ടിലും ഇഷ്ടം അതാണ്, എനിക്ക് ബ്രെഡും ജാമും ഇഷ്ടമാണ്, ഇതിനകത്ത് ബട്ടർ വെച്ചോ അതിനെക്കാട്ടിലും ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ലിസ്റ്റ് അങ്ങോട്ട് തുടങ്ങും. ഇവനിങ്ങനെ നിർത്താതെ ഇങ്ങോട്ട് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും ടൈപ്പ് പറയും, എന്തുവാടാ നിന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ നീ 1000 ഉത്തരം പറയുമല്ലോ, എനിക്കിപ്പോ വിശക്കുന്നൊന്നും ഇല്ലാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഇത്രയേരം ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് നമ്മുടെ താന്റെ മുഖമൊക്കെ മാറി പെട്ടെന്ന് തന്നെ അങ്ങ് ഡല്ലാവും. എന്നുവെച്ചാൽ അവൻ ഭയങ്കര ആഗ്രഹമായിട്ട് മേടിച്ചോണ്ടല്ലേ ഫുഡ്, ഇപ്പം വേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നിട്ട് പറയും, നീ വെച്ചേക്ക്, എനിക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോ അവന് കുറച്ച് സമാധാനമാവും, പിന്നെ എടുത്ത് കഴിച്ചോളാം, അവനിപ്പോ വിശക്കുന്നില്ലായിരിക്കും എന്ന് ഓർത്തിട്ട് താനും അങ്ങ് പോവും. അങ്ങനെ രണ്ടുപേരും ഒന്ന് രാത്രി കിടക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ്. താനാണെങ്കിൽ ഒരു സൈഡിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് കേട്ടിരിക്കുവാണ്, ഇപ്പോഴത്തെ സൈഡ് ടൈപ്പ് ആണെങ്കിൽ നമ്മുടെ പൂഫാക്ക് മെസ്സേജ് അയച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചു കുഴഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇവനിങ്ങനെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ടൈപ്പ് ഭയങ്കരമായിട്ട് ആർക്കും മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ
തുടങ്ങുമ്പോൾ ഇവന് ഡൗട്ടായിട്ട് ഇവൻ ആർക്കും മെസ്സേജ് അയക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എത്തി നോക്കിട്ട് വെക്കും. ടൈപ്പ് നീ സാറ്റർഡേ ഫ്രീ ആണോ എന്ന് വെക്കും. അന്ന് നീ ഫ്രീ ആണെങ്കിൽ നീ പാർലോട്ട് വാ, ഞാൻ ഡ്രംസ് വായിക്കുന്നുണ്ട്, ജേഡും പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടുവരാനെന്ന് പറയും. പിന്നെന്താ വരാലോ, ജേഡ് പറഞ്ഞൊക്കെ സത്യമാണോ എന്ന് നോക്കണ്ടേ, ഞാൻ വരാന്ന് പറയും. ജേഡ് പറഞ്ഞു? ജേഡ് എന്ത് പറഞ്ഞു? ജേഡ് പറഞ്ഞു നീ ഭയങ്കരമായിട്ട് വായിക്കുന്നു, നീയാണെങ്കിൽ എങ്ങനെ ഡ്രംസ് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തം ഫാൻസിന്റെ ബഹളാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സത്യമാണോ എന്ന് നോക്കണ്ടേ, ഞാൻ നേരിട്ടൊന്ന് നോക്കാന്ന് പറയും. താനൊണ്ടെന്നെ ചിരിച്ചോണ്ട് അങ്ങനൊന്നും ഇല്ലടാ, അതൊക്കെ ജേഡ് ചുമ്മാ എക്സ്ട്രാ ആയിട്ട് വെറുതെ കയറ്റി പറഞ്ഞത്, അല്ലാതെ അങ്ങനെയൊന്നുമില്ല, ഞാൻ സാധാരണ രീതിയിലേ വായിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ടൈപ്പ് പറയും നീ സാധാരണ രീതിയിലാണ് വായിക്കുന്നത്, സൂപ്പർ ആയിട്ടാണ് വായിക്കുന്നത്, ജേഡ് കയറ്റി പറഞ്ഞാണോ എന്നൊക്കെ. ഞാൻ വന്ന് നീ വായിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറയും. പിന്നെ ജേഡ് എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ, നീ പുതിയതായിട്ടൊരു ബാൻഡ് തുടങ്ങാൻ പോവാന്ന്, അതിന്റെ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കും. എല്ലാം സെറ്റ് ആയിരിക്കുവാണ്, ഗിത്താറിസ്റ്റ് മാത്രമല്ല, ഞാൻ ഗിത്താറിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ തുടങ്ങും. പിന്നെ നീ വരത്തില്ല ശനിയാഴ്ച എന്ന് ചോദിക്കും. പറയും പിന്നെ ഞാൻ വരത്തില്ലടാ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല, ഞാൻ ഉറപ്പായിട്ടും വരും, ഞാൻ വരാതിരിക്കത്തില്ല, ഞാൻ ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് എന്ത് ചെയ്യും, വീണ്ടും ഫോണിൽ കളിക്കുകയാണ്, മെസ്സേജ് ഒക്കെ അയച്ചോണ്ട് ചിരിച്ചോണ്ട്. ഇവനിങ്ങനെ ചിരിച്ചോണ്ട് മെസ്സേജ് അയക്കുന്നത് കാണുമ്പോഴേക്കും താനാണെങ്കിൽ പേടിച്ചിട്ടാണോ അതോ ഇവൻ എന്തോ ചെയ്യുന്ന, ആർക്കാണ് മെസ്സേജ് അയക്കുന്നുള്ള ഡൗട്ടിലാണോ എന്നറിയത്തില്ല. ഇവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുക്കനാണ് വല്ലാത്തൊരു സങ്കടം. സാധാരണ ഇങ്ങനെ ചിരിച്ചൊക്കെ മെസ്സേജ് അയക്കുന്നത് നമ്മൾ സെറ്റ് ആകുമ്പോഴാണല്ലോ. അവനെങ്ങാനും സെറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഒറ്റ ഇന്റിമേറ്റ് ഫ്രണ്ട് പോകുമോ എന്നുള്ളൊരു പേടി. ഇവിടെ നേരെ സിംഗട്ടി ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജാണ്. നമ്മുടെ ടെക്നോ ആണെങ്കിൽ താന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ വന്ന് ഓഫീസ് റൂം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. കറക്റ്റ് സമയത്ത് താൻ വരും. പറയുമ്പോ പറയും നിന്നെ കണ്ട നന്നായിട്ട്, എത്ര നേരമായിട്ട് ഞാൻ ഓഫീസ് റൂം തപ്പോന്നറിയാവോ, ഈ ഡോക്യുമെന്റ് എല്ലാം അവിടെ കൊടുക്കാൻ വേണ്ടി എവിടെയാടാന്ന് ഇങ്ങനെ ചോദിക്കും. ഈ ഡോക്യുമെന്റ് എന്താ നീ കൊണ്ടുവന്നത്, ഇത് ആ ക്ലബിന്റെ സീനിയർ അല്ലേ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചിട്ട് ടെക്നോ പറയും അവരാടാ കൊണ്ടുവരേണ്ടത്, ആ ക്ലബിന്റെ റൂമിലാണെങ്കിൽ നല്ല AC നല്ല തണുപ്പാ, കുറച്ചേരം തണുപ്പത്ത് കിടന്ന് ഉറങ്ങാതെ പറഞ്ഞ അവിടെ കിടന്നുറങ്ങിയതാ, എപ്പോഴും നിനക്ക് ഉറക്കമില്ല, ഇന്ന് നീ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞ് അവരെന്റെ നില വെച്ച്, അതാ ഞാൻ വന്നതെന്ന് പറയും. ഓഫീസ് റൂം അറിയാതെ കിടന്ന് തപ്പായിരുന്നു, ഭാഗ്യം നിന്നെ കണ്ടതെന്ന് പറയും. നീ ഫ്രീ ആണോ, നിനക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചിട്ട് ഉടനെ താൻ പറയും എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലടാ, എനിക്ക് മ്യൂസിക് പ്രാക്ടീസ് ഉണ്ട്, ഞാൻ അതിന് പോവാന്ന് പറയുമ്പോ മ്യൂസിക് പ്രാക്ടീസോ, ഇവന് ഭയങ്കരമായിട്ട് സന്തോഷം. എടാ ഞാനും വരട്ടെടാ പ്ലീസ് എടാ എന്ന് പറയാ. ശരി നീയും വാ കാണാന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചിട്ട് പോകും. മ്യൂസിക് റൂമിൽ ചെന്നിട്ട് നമ്മുടെ താനാണെങ്കിൽ ഡ്രം വായിക്കാൻ വേണ്ടി പോവുകയാണ്. താനാണ് ഡ്രംസ് വായിച്ചു തീർന്നു. ടെക്നോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ഹാപ്പിട്ട് എടാ താനെ ചുമ്മാ പറയില്ലടാ, നീ സൂപ്പർ ആയിട്ടാണ് വായിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്, നീ ഇങ്ങനെ വായിക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ കൊതുന്നോട് അത്ര കണക്ക് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയാം. ഇതൊക്കെ കേൾക്കുന്നതോടെ താനും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമായിട്ട് സ്മൈൽ ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് ടെക്നോ പറയും എടാ നീ ഇത്രയും സൂപ്പർ ആയിട്ട് ഡ്രംസ് വായിക്കുമെന്ന് എന്നോട് ടൈപ്പ് പറഞ്ഞതേ ഇല്ല. അവന്റെ ഒരു കാര്യം അല്ലെങ്കിൽ അവൻ എങ്ങനെയാ, അവന്റെ കാര്യം എന്തിനാ കൂടുതൽ പറയുന്നത്, ഈ സമയത്ത് അവൻ എന്ത് ചെയ്യായിരിക്കും അറിയാം, ആ പെണ്ണുമായിട്ട് വെറുതെ മെസ്സേജ് അയച്ച് കൊഞ്ചി കൊഴിഞ്ഞ് പഞ്ചാര അടിച്ചോണ്ടിരിക്കുവായിരിക്കും എന്ന് പറയും. ഇത് കേട്ട് നമ്മുടെ താനാണ് ഭയങ്കര ഷോക്കായിട്ട് അവന്റെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് വരെ താഴോട്ട് പോകും. ഇത് കണ്ടിട്ട് ഷോക്കായിട്ടുണ്ടെന്നെ ടെക്നോ വയ്ക്കും എന്ത് വെച്ചടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വയ്ക്കും. പക്ഷെ താന്റെ മുഖമൊക്കെ ശരിക്കും മാറിയിട്ട് അവൻ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഇവന്റെ മൊത്തത്തിലുള്ള ഒരു ഇത് കാണുമ്പോഴാണ് നമ്മുടെ ടെക്നോക്ക് തോന്നുന്നത് അയ്യോ ടൈപ്പിനി ആ പെണ്ണിന്റെ കാര്യം ഇവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മളാണോ ഇത് പറഞ്ഞു കൊടുക്കുന്നത് നോട്ടിട്ട് ഇവൻ ടെൻഷനായിട്ട് ഇങ്ങനെ ഇവന് നോക്കും. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ താൻ ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ താന് മനസ്സിലായി നമ്മുടെ ടൈപ്പിന് ഏതോ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണുമായിട്ട് ഇവൻ നല്ല മേനയായിട്ട് ഫ്ലർട്ടും ചെയ്യുന്നുണ്ടെന്ന്. ഇതൊക്കെ അറിഞ്ഞപ്പോ ഒരു സമാധാനമായില്ല. ഇന്നലെ വരെ അവൻ ടെൻഷൻ അല്ലായിരുന്നു, ആർക്കാ മെസ്സേജ് അയക്കുന്നത്, ഇപ്പൊ മനസ്സിലായില്ല ആർക്കാ മെസ്സേജ് അയക്കുന്നത്. ടൈപ്പാണ് താനോട് പൂഫയുടെ കാര്യം പറഞ്ഞിട്ടില്ല, നമ്മളാണ് ഇത് പറഞ്ഞത് എന്ന് അറിയുമ്പോഴേക്കും ടെക്നോ എന്ത് ചെയ്യും, ഫോൺ എടുത്തിട്ട് ടൈപ്പിനെ വിളിക്കും. അതായത് അറിയാതെ ഞാൻ താനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിടാന്ന് പറയാൻ വിളിക്കുന്നേ. അതേ സമയത്ത് നമ്മുടെ ടൈപ്പാണെങ്കിൽ പൂഫയായിട്ട് ഭയങ്കരമായിട്ട് ഫ്ലർട്ട് ചെയ്തോണ്ടിരിക്കുക. ടെക്നോ വിളിക്കുന്ന കോൾ ഇവൻ കാണും, പക്ഷെ ഇവൻ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല, അവനെ ചെറുതായിട്ട് നിസ്സാരമായിട്ട് വിടും. അപ്പൊ താൻ ഈ പെണ്ണിന്റെ കാര്യം അറിഞ്ഞു എന്നുള്ള കാര്യം അറിയാതെ നമ്മുടെ ടൈപ്പ് റൂമിലോട്ട് രാത്രി വരുക. താനാണ് റൂമിൽ ലൈറ്റ് പോലുള്ള കട്ടിലെ ഒറ്റ ഇരിപ്പായിരിക്കുന്നത്. ഇവനാണ് ഡോർ തുറന്ന് വരുമ്പോ റൂം മൊത്തം ഇരുട്ട്, അത് ഇവൻ ഫോണിൽ നോക്കിയാ വരുന്നത്. ഇവൻ തിരിഞ്ഞ് ലൈറ്റ് ഇട്ടിട്ട് തിരിയുമ്പോഴേക്കും താൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും പേടിച്ചു പോകും. പേടിച്ചിട്ട് പറയും നിനക്ക് എന്ത് പറ്റിയാണ്, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, പ്രേതമാണോന്ന് തോന്നിപ്പോയി, ഞാനാണ് പേടിച്ചു കേട്ടോ എന്ന് പറയും. പക്ഷെ താന്റെ മനസ്സിനകത്ത് ഇവനൊരു പെണ്ണുണ്ടോ എന്ന് അറിയുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടം എല്ലാം കൂടെ വന്നിരിക്കുമല്ലോ. ആ ദേഷ്യത്തിൽ തന്നെ ഇവൻ ചോദിക്കും നീ ഇത്ര നേരം എവിടെ ആയിരുന്നടാ, നീ ആരുടെ കൂടെ പോയിരിക്കുവായിരുന്നു നിൽക്കും. അത് ഞാൻ ഒരു ഫ്രണ്ടുമായിട്ട് ഫുഡ് കഴിക്കാൻ പുറത്തു പോയി എന്ന് പറയും. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഏത് ഫ്രണ്ടാന്നൊക്കെ എന്തിനാ പറയുന്നത് എന്ന് കേൾക്കുമ്പോഴേക്കും താന് ദേഷ്യം വന്നിട്ട് കട്ടിലെ നിന്നിട്ട് പറയും നീ ഒരു പെണ്ണിന്റെ കൂടെ അല്ലേടാ ഫുഡ് കഴിക്കാൻ പുറത്തു പോയത് എന്ന് ചോദിക്കും. നീ പെണ്ണിന്റെ കൂടെ അല്ലേ പോയത് എന്ന് ചോദിക്കുമ്പോൾ ടൈപ്പ് ഒരുമാതിരി ഷോക്കായിട്ട് ഇവൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ എന്നാ ആ ഫീലിംഗ്സ് ഒന്നും മുഖത്ത് കാണിക്കാത്ത രീതിയിൽ പറയും ഞാൻ ആരോടെ പോയാ നിനക്കെന്താ, നീ നിന്റെ കാര്യം നോക്കൂ പടാ എന്ന് പറയും. ഇത് കേട്ടിട്ടാണ് താനാണെങ്കിൽ പതുക്കെ നടന്ന് ടൈപ്പിന്റെ അടുത്ത് വന്നിട്ട് പറയും ഞാൻ ചോദിച്ചതിന് മറുപടി നീ പറഞ്ഞില്ലല്ലോ, മറുപടി പറയാത്തിടത്തോളം കാലം നീ അപ്പൊ ഒരു പെണ്ണിന്റെ
പെണ്ണിന്റെ കൂടെയാ പുറത്തു പോയിരിക്കുന്നത് അല്ലേന്ന് ചോദിക്കും. ഞാൻ പെണ്ണിന്റെ കൂടെ പോകും, ആരോടെ വേണമെങ്കിലും പോകണം, അതിന് നിനക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്ന കേട്ടും താന് ദേഷ്യം വന്നിട്ട് പറയും, നീ ആരോടെ പോകുന്ന എവിടെ പോകുന്നത് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇതിനെക്കാട്ടിലും കലിപ്പായിട്ട് ഉടനെ ടൈപ്പ് പറയും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും, ഇഷ്ടമുള്ളവരോടെ പോകും, ഞാൻ എവിടെ പോകുന്നു ആരോടെ പോകുന്നൊന്നും കൃത്യമായിട്ട് നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല, നിന്നോട് അനുവാദം മേടിച്ചിട്ട് പോകും, നീ എന്തോ എന്റെ പേരൻസ് ആണോ? അതേ ഒരു കാര്യം നോക്ക്, നമുക്കിടയിൽ ജസ്റ്റ് ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കുന്ന റിലേഷൻഷിപ്പ് അല്ലാതെ വേറെ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഞാൻ ആരുടെ കൂടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകും, ഞാൻ ആരെ വേണമെങ്കിലും ഫ്ലർട്ട് ചെയ്യാം, അതൊന്നും ചോദിക്കേണ്ട കാര്യം നിനക്കില്ല എന്ന് പറയും. എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്, എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ പോകും, ഇഷ്ടമുള്ളത് ചെയ്യും, അതൊന്നും നീ ചോദിക്കുകയോ തിരക്കുകയോ കാര്യമില്ല എന്ന് പറയും. ഇവനിങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും നമ്മുടെ താന് ഭയങ്കരമായിട്ട് സങ്കടമാവും. ഉടനെ താൻ പറയും, ഓഹോ അപ്പൊ നീ എവിടെ പോവുക എന്ത് ചെയ്യാന്നൊന്നും ഞാൻ ചോദിക്കാൻ പാടില്ല. ഇല്ല പാടില്ല, നീ ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്കിടയിൽ ഇതിന് മേലുള്ള ഒരു റിലേഷൻഷിപ്പും ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറയും. നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ ഇഷ്ടമുള്ളവരോടെ പോകുമല്ലേ, അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഇഷ്ടമുള്ളവരോടെ എനിക്കും പോയി എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്ന് ചോദിക്കും. ഇങ്ങനെ താൻ വേറെ ആരോടെ പോകുമെന്ന് പറയുന്ന കേൾക്കുമ്പോൾ ടൈപ്പിനൊരു ബുദ്ധിമുട്ടായിട്ട് ടൈപ്പ് ഒന്നും വേണ്ടാതെ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരം നോക്കിയിട്ട് നീ പൊക്കോ, നീ ആരോടെ വേണമെങ്കിലും പൊക്കോ, നിന്റെ ജീവിതം നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ ജീവിക്കുക എന്ന് പറയുമ്പോഴേക്കും താന് ഭയങ്കരമായിട്ട് സങ്കടമാവുണ്ട്. താൻ പറയും, പക്ഷേ നീ എന്റെ ഇട ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയും. ഇവൻ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും ടൈപ്പിന് ദേഷ്യമായിട്ട് ഒരട്ടി വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, നീ എന്താ വിചാരിച്ച ഞാൻ ഗേ ഒന്നുമില്ല നിന്നെ സ്നേഹിക്കാനായിട്ട്, നിന്നോട് എനിക്ക് യാതൊരു രീതിയിലുള്ള സ്നേഹമില്ല, എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടം, നമുക്കിടയിൽ ഈ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ, ഇതിന് മേൽ സംസാരിച്ച അതും കൂടി ഇല്ലാതാകും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ബാഗ് ഊരിട്ടിട്ട് ഇവന്റെ തലങ്ങണയും പുതപ്പും എല്ലാം എടുത്തോണ്ട് ഇവൻ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. കൊണ്ട് താനാണ് അടി കൊണ്ടിട്ട് കവളിൽ ഇങ്ങനെ കയ്യം വെച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവനെ അടിച്ചതിനെക്കാട്ടിലും അവന് സങ്കടം ഇവർക്കിടയിൽ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകത്തില്ല. അതാണ് ടൈപ്പ് പറഞ്ഞൊക്കെ ഓർത്തിട്ട് താനാണ് ഭയങ്കര സങ്കടമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എല്ലാരും കമന്റ് ചോദിച്ചു, ഇവർ ഇത്ര പെട്ടെന്ന് സെറ്റ് ആയോ, ഇത്ര പെട്ടെന്ന് സെറ്റ് ആകണ്ടായിരുന്നെന്ന്. ഏകദേശം സമാധാനം ആയല്ലോ എല്ലാവർക്കും. ടൈപ്പാണ് റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ട് നേരെ ചെല്ലുന്നവർ അപ്പുറത്തെ റൂമിലാണ്, അതായത് നമ്മുടെ കേപ്പോപ്പിന്റെ ഒക്കെ റൂമിൽ. കേപ്പോപ്പിന്റെ ഫ്രണ്ട് അറിയാലോ, അവനെപ്പോഴും ഒളിഞ്ഞു വെക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അവനാണ് ഭിത്തി കൂടി ഇങ്ങനെ ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്താണ് നമ്മുടെ ടൈപ്പ് റൂം ഓർന്ന് വരുന്നത്. ഇവൻ വന്നിട്ട് ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല. 2 കട്ടിലല്ല, അതിന്റെ നടുക്കുള്ള ആ ഗ്യാപ്പിലോട്ട് ഇവൻ ബെഡ്ഷീറ്റ് വിരിച്ച് ഇവൻ നേരെ ഒറ്റ കിടപ്പാണ്. ഇത് കണ്ടിട്ട് ഇവന്മാര് പരസ്പരം നോക്കുക, എന്തുവാടാ ഇവിടെ നടക്കുന്നത്, അവനായിട്ട് വന്ന് റൂം തുറന്ന് കേറിക്കിടന്നുറങ്ങുന്നു, ഇത് എന്തുവാടാ, ഇത് നമ്മുടെ റൂമാന്നുള്ള കാര്യം അവൻ മറന്നുപോയോ എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും മുഖത്തോട് നോക്കിയിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജിലാണ്. താനാണ് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഇന്നലെ വഴക്കൊക്കെ നടന്നതല്ലേ. ഇവനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നിടത്തോട്ട് താന്റെ ഫ്രണ്ട് വരും ലോങ്. ഇവനിങ്ങനെ ഇരിക്കുന്ന കണ്ടത് ഇവന്റെ മുഖം കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാവും എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. വന്നടുത്തിട്ട് പറയും, നീ എന്താണ് വന്നത്, ക്ലാസ് എല്ലാം ക്യാൻസൽ ചെയ്തല്ലോ, പിന്നെ നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ താനൊന്നും വേണ്ടാതെ ഒരു റിപ്ലൈയും കൊടുക്കാതിരിക്കുകയാണ്. ഇവനോരെന്നെല്ലാം പറഞ്ഞ് ഇവനെ ഒന്ന് മൂടൊക്കെ മാറ്റാൻ നോക്കുമെങ്കിലും ഒരു രക്ഷയില്ല. താനൊന്നിനും പിടികൊടുക്കാതെ ഇങ്ങനെ മിണ്ടായിരിക്കുക. ഈ കറക്റ്റ് സമയത്ത് നമ്മൾ ടൈപ്പ് എന്ത് ചെയ്യും, താനൊരു മെസ്സേജ് അയക്കും. എടുത്ത് നോക്കുമ്പോൾ എന്താ അതൊരു വലിയ ലിസ്റ്റാണ്, കണ്ടീഷനാണ്. മറ്റേ രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടി ഇടുന്നതിന് ഇവനൊരു ഉടമ്പടി അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ജലസാകാൻ പാടില്ല, പൊസസീവ് ആകാൻ പാടില്ല, 2 പേർക്ക് ആരോടെ വേണമെങ്കിലും ഇരിക്കാം, ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ടിനെ ആരെ വേണമെങ്കിലും സെറ്റ് ആക്കാം. പ്രധാനമായിട്ട് നീ ഇതിൽ 7ാമത്തെ പോയിന്റ് ഉറപ്പായിട്ടും ചെയ്യണമെന്ന് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഉള്ള ഒരാൾക്ക് ആരെങ്കിലും സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോവുകയാണ് തടസ്സമായിട്ട് വന്ന് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ നിബന്ധനകൾ അങ്ങോട്ട് കൊടുത്തിരിക്കുക. ഇതെല്ലാം നീ പാലിക്കാമെങ്കിൽ മാത്രമേ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ആരെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോകുമ്പോൾ മറ്റുള്ള തടസ്സമായിട്ട് നിൽക്കരുത് എന്ന് പറയുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ താന് ഭയങ്കര സങ്കടമായിട്ട് നേരെ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ടെക്നോനും ടൈപ്പുമാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ 2 പേരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നോ ആണ് പേടിച്ച് പറയും, അത് പിന്നെ ടൈപ്പ് എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ പറ, എന്താ കാര്യം? അത് പിന്നെ താന്റെ അടുത്ത് നീ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാനാ പറഞ്ഞത്. അത് പിന്നെ ഞാൻ വേണോന്ന് വെച്ചിട്ട് പറഞ്ഞൊന്നുമല്ലടാ, പറയുന്ന കൂട്ടത്തെ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാന്ന് പറയും. ടൈപ്പ് ഒന്നും മിണ്ടാന്നിട്ട് പറയും, അതൊന്നും സാരമില്ലടാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ടെക്നോക്ക് ഷോക്കാണ്. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഇവൻ കാഷ്വൽ ആയിട്ട് പറയുന്നു, അതൊന്നും സാരമില്ലാന്ന്. എനിക്ക് എന്ത് പറ്റിയടാന്ന് ചോദിക്കുമ്പോ ഇപ്പൊ നീ പറഞ്ഞെങ്കിൽ എന്താ ഇപ്പം, എന്നായാലും അവൻ അറിയേണ്ട കാര്യമില്ല, ഇപ്പൊ അവൻ അറിഞ്ഞെന്ന് പറഞ്ഞ് പേടിക്കാനായിട്ട് അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ, പിന്നെ നീ എന്തിനാ സോറി പറയുന്ന, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയും. ടെക്നോക്ക് ഷോക്കാണ്. ഇവൻ ഇത് എന്ത് പറ്റി, സാധാരണ കടിച്ചു കീറുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കടിച്ചു കീറുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചടാ നീ എന്നോട് ദേഷ്യപ്പെടുമെന്ന്, പക്ഷെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെടാ നീ ഒരു പെണ്ണിന്റെ കൂടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും താന്റെ മുഖമൊക്കെ കാണുവാന്നടാ, അവൻ ഭയങ്കരമായിട്ട് ഡള്ളായി എന്ന് പറയുമ്പോഴേക്കും ടൈപ്പിന്റെ മുഖമൊക്കെ മാറും. അവൻ ഡള്ളായോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് പറയും, അതിനിപ്പോ എന്താ, അവൻ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കിഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ ഫ്ലർട്ട് ചെയ്യുമെന്ന് പറയുന്ന കേൾക്കുമ്പോൾ എണ്ണേനെ ടെക്നോ പറയും, അതേതായാലും നന്നായിടാ നീ ഇങ്ങനെ ചെയ്തത്, ഇതാകുമ്പോഴേക്കും താന് നിന്നെ മറക്കാൻ എളുപ്പമാണല്ലോ, എന്താന്ന് വെച്ചാൽ അവന് നിന്നെ ഇഷ്ടമാണല്ലോ എന്ന് പറയും. അയ്യോ ഞാനിങ്ങനെ ചെയ്ത് അവൻ എന്നെ മറക്കാൻ എളുപ്പമാണല്ലോ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ടൈപ്പിന്റെ മുഖമൊക്കെ
മോഹമൊക്കെ മാറി ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് പതുക്കെ ഇങ്ങനെ നമ്മുടെ ടെക്നോനെ നോക്കും. ചെറുക്കനാണ് ഇത് കേട്ടതും ഭയങ്കര കലിപ്പ്. ആ കലിപ്പോടെ തന്നെ അവിടെ കിടക്കുന്ന ബോൾ എടുത്ത് ഒറ്റടിയാണ്. എന്നിട്ട് ടെക്നോട് പറയും, നീ ആ ബോൾ എടുത്തോണ്ട് വാന്ന് പറയും. എന്നിട്ട് എന്തോ ആലോചിച്ച് ഭയങ്കര കലിപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്ന് നേരെ നൈറ്റ് ആകുമ്പോഴേക്കും റൂമിൽ വരും. നേരെ കഥ തുറന്ന് റൂമിൽ വരുമ്പോഴേക്കും അവന്റെ മനസ്സിൽ മൊത്തം ടെക്നോ പറഞ്ഞ കാര്യങ്ങളാണ്. അത് തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഓർക്കും, എന്ത് പറ്റി, നമുക്ക് എന്ത് പറ്റി, നമ്മൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ഇങ്ങനെ തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടാണ് നമ്മുടെ താൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയും, അത് തന്നെ ഞാൻ ചോദിക്കുന്നത്, നിനക്ക് എന്ത് പറ്റി, നീ എന്തിനാ ഈ തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. ടൈപ്പാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷോക്കായിട്ട് ചോദിക്കും, നീ എത്ര നേരമായിട്ട് ഇങ്ങനെ നിന്ന് കേൾക്കുവാന്ന് പറയും. അത് വെറുതെ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് താൻ പറയും, നീ ആ മെസ്സേജ് അയച്ചില്ല, അതിന് ഞാൻ ഓക്കെയാണ്, എന്തിനാ വെറുതെ കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കുന്നത്, നമുക്ക് ക്യാഷ്വൽ ലവേഴ്സ് ആയിട്ട് തന്നെ ഇരിക്കും, എനിക്ക് ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നിന്നോട് പറയാം, നിനക്ക് ഇരിക്കണമെന്ന് തോന്നുമ്പോൾ നീ എന്നോട് പറ, എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് കേട്ടതും ടൈപ്പിന് ഭയങ്കര ഷോക്കാണ്, ഇവൻ എന്തോ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ. എന്നാലും അതൊന്നും പുറത്തു കാണിക്കുന്നത്, ശരി ഇപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധി വന്നല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് മുഖത്തൊക്കെ എക്സ്പ്രഷൻ ഇട്ടിരിക്കുവാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് താനെന്ത് എഴുന്നേറ്റ് പോയി അവന്റെ ബെഡിലിരിക്കും. ടൈപ്പാണ് താനെ ഇങ്ങനെ ഊട്ടക്കെട്ടിട്ട് നോക്കിയിരിക്കുകയാണ്. ഈ സമയത്താണ് പൂഫയുടെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നത്. ഇവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ വെതർസ്ഡേ നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചു മെസ്സേജ് അയക്കുമ്പോഴേക്കും ടൈപ്പ് എന്ത് ചെയ്യും, താനെ നോക്കി കലിപ്പിച്ചിട്ട്, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഫ്രീ ആണെന്ന് പറയും. പക്ഷെ ഒരു കാര്യം എടുത്തു പറയണല്ലോ, പിള്ളേരെ കറക്റ്റ് ചെയ്യാതെ നമ്മുടെ ടൈപ്പ് മെടുക്കലാണ്. അവന്റെ ഡയലോഗ് ഒക്കെ വാസാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് വെഡൻസ്ഡേ രണ്ടുപേരും കൂടെ കറങ്ങാനായിട്ട് പുറത്ത് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. പൂഫ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ടൈപ്പ് ഒന്നും ശ്രദ്ധിക്കാതെ വേറെന്തോ ഇങ്ങനെ ആഴമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ വേറെന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് തന്നെ പൂഫ ചോദിക്കും, എന്ത് പറ്റിയ ടൈപ്പ്, നീ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുന്നില്ലല്ലോ, വേറെന്തോ ആണല്ലോ ആലോചിക്കുന്നത് ചോദിക്കുമ്പോ, ഒന്നുമില്ല പൂഫ, രാവിലെ അമ്മ വിളിച്ചായിരുന്നു, അപ്പോഴാ വീട്ടിലെ പട്ടിക്കുട്ടി എത്തുകയും ഞാൻ അക്കാര്യം ഓർത്തിരുന്ന, വേറൊന്നും ഇല്ല എന്ന് പറയാം. എങ്ങനെയുണ്ട് നമ്പര്, അവൻ എന്ത് ആലോചിച്ചോണ്ടിരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ താനെയാണെന്ന് പൂഫയോട് പറയാൻ പറ്റത്തില്ലല്ലോ, അതിനോണ്ട് തന്നെ വീട്ടിലെ പട്ടിക്കുട്ടി മരിച്ചുപോയി എന്ന് പറയും. ഇത് കേട്ടതോടെ പൂഫയാണെങ്കിൽ പട്ടിയോ പൂച്ചയോ എന്ത് എത്താലും അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കാന്നും പറഞ്ഞ് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് സമാധാനിപ്പിക്കുക. ഇതല്ലേ ചാൻസ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് എന്ത് ചെയ്യും, തിരിച്ച് കയ്യിലൊക്കെ പിടിക്കും. അത് ശരി. അപ്പൊ ഇതൊക്കെ കാണുന്നത് നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച പാവം നമ്മുടെ താന്. പൂഫ് കൊണ്ടുതന്നെ ടൈപ്പിനോട് ചോദിക്കും, ഈ സാറ്റർഡേ നിങ്ങൾ ഫ്രീ ആണോ എന്ന് ചോദിക്കും. എന്താ കാര്യം, അത് പിന്നെ എന്റെ ബർത്ത്ഡേ ആണ്, ഫ്രണ്ട്സും പേരൻസും എല്ലാരും ബിസിയാണ്, ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ എന്നുള്ളൊരു രീതിയിൽ പറയുമ്പോഴേക്കും ടൈപ്പ് ചിരിച്ചിട്ട് പറയും, അതിനെന്താ, നിന്റെ ബർത്ത്ഡേ അല്ലേ, നീ പറഞ്ഞില്ലേ, ഉറപ്പായിട്ട് ഞാൻ നിന്റെ കൂടെ കാണാം, തീർച്ചയായും ഞാൻ വരും എന്ന് പറയും. എന്തുവാടെ, ഇതേ ദിവസം തന്നെ അല്ലേടാ നീ താനുമായിട്ട് ബാറിൽ പോവാന്ന് പറഞ്ഞത്, അവൻ വായിക്കുന്ന കേൾക്കാനായിട്ട്. രണ്ടും കൂടെ ഒരു ദിവസം വന്നല്ലോ, മൊത്തം പ്രശ്നമാവെന്ന് തോന്നല്ലോ. ഇവിടെ നേരെ സീ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഹോസ്റ്റൽ റൂമാണ്. നമ്മുടെ ക്യാഷ്വൽ ലവേഴ്സ് അവരുടെ പണി ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അത് ശരി, അവിടെ ചെന്ന് അവിടെ അടുത്ത് പറഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വരാം, ഡേറ്റിങ്ങിന് വരാന്ന് പറഞ്ഞ് ഇവിടെ രാത്രി വന്ന് ഇവനുമായിട്ട് എന്നെ ടൈപ്പ് ഇതിന്റെ മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ. താനാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ടൈപ്പിന്റെ നെക്കെല്ലാം കിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഉണ്ണേനെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഉണ്ണേനെ മാറ്റിയിട്ട് പറയും, എന്തുവാടാ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കും. പറയും, ഇന്നലെ നമ്മളൊരു ഡീലിങ്സ് ഒക്കെ ഇട്ടില്ലേ, നീ അതൊക്കെ മറന്നുപോയോ, അതായത് ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഓക്കെയാണ് എന്നുള്ളതാണല്ലോ റൂള്. ഇവനിട്ടോ ഒന്നും മിണ്ടാതിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ പ്രൂഫ് എടുത്തൊന്ന് മെസ്സേജ് വരും. താനെ തള്ളി മാറ്റിയ ടൈപ്പ് എന്ത് ചെയ്യും, നേരെ മെസ്സേജ് എടുത്ത് നോക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ തള്ളി മാറ്റിയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല റിപ്ലൈ കൊടുക്കുന്ന കാണുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയില്ലല്ലോ, അവളോടും ചാറ്റ് ചെയ്യുന്ന ഇവനുമായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഇങ്ങനെ കാണുമ്പോഴേക്കും താന് ഭയങ്കര സങ്കടമായിട്ട് താൻ നോക്കിയിട്ട് വയ്ക്കും. നിനക്ക് എങ്ങനെ പറ്റുന്നടാ, ഞാൻ ഇത്ര അടുത്തിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളായിട്ട് ചാറ്റ് ചെയ്യാൻ നിനക്ക് എങ്ങനെ പറ്റുന്നതെന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കുമ്പോഴേക്കും ടൈപ്പ് നേരെ തിരിഞ്ഞിട്ട് പറയും, നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഈ സാറ്റർഡേ എന്ന് പറയുമ്പോഴേക്കും താൻ കയറി പറയും, ഞാൻ 7 മണിയാകുമ്പോഴേക്കും വായിക്കാൻ തുടങ്ങുവടാന്ന് പറയും. എനിക്കൊന്നും വരാൻ പറ്റത്തില്ലടാ എന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും നമ്മുടെ താന്റെ മുഖമൊക്കെ മാറി താന് ഭയങ്കര സങ്കടമാവും. എന്നിട്ട് പറയും, അന്ന് പൂഫയുടെ ബർത്ത്ഡേ ആടാന്ന് പറയും. ഇതും കൂടെ കേൾക്കുമ്പോ താന് ഭയങ്കര സങ്കടം, അവിടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇത്രയും ദിവസം നേരത്തെ അവൻ ചോദിച്ചു വെച്ചല്ലേ, അവൻ പാടുന്നതിന് വരത്തില്ല എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സങ്കടമായിട്ട് മുഖമൊക്കെ ഇങ്ങനെ മാറും. ടൈപ്പ് ഉണ്ടായിരുന്നു, അന്ന് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാടാ, ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവും ചോദിക്കാൻ പോവാന്നും കൂടെ പറയുന്ന കേൾക്കുമ്പോഴേക്കും താൻ തീർന്ന്. ഇവരെന്തുകാട്ടെ ഓരോ ഷോക്കിന് മേലെ ഒരു ഷോക്കായിട്ട് കൊടുത്തോണ്ടിരിക്കല്ലോ, ഒന്നിച്ചിതൊക്കെ പറഞ്ഞാൽ പോരെ. ഓരോന്നോരോന്നായിട്ട് ചെറുക്കം വെറുതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും സങ്കടം എല്ലാം മാറ്റിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് അറിയും, ശരിയടാ, നീ പോയി പറ, കൺഗ്രാജുലേഷൻസ്, പിന്നെ എന്താ റിസൾട്ട് എന്ന് എന്നോട് പറയണം, അതറിഞ്ഞാലേ അടുത്ത തവണ തൊട്ട് നിന്റെ കൂടെ എങ്ങനെ നിൽക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഭയങ്കര സങ്കടമായിട്ട് അറിയും. എന്നിട്ട് ഒരു ചിരിയും കൂടി ഇങ്ങനെ ചിരിച്ചിട്ട് പറയും, പോകുമ്പോഴേക്കും മറക്കാത്ത ഗിഫ്റ്റ് മേടിച്ചോണ്ട് പോടാ, അല്ലെങ്കിൽ അവള് പിണങ്ങും എന്ന് പറഞ്ഞിട്ട് നേരെ എഴുന്നേച്ച് അവന്റെ കട്ടിലെ വന്ന് തിരിഞ്ഞു കിടന്ന് ഭയങ്കരമായിട്ട് കരയാണ്. ഇവനിങ്ങനെ സങ്കടപ്പെട്ട് പോകുന്ന കാണുമ്പോഴേക്കും ടൈപ്പിന് എന്തോ പോലെ ഉണ്ട്, പക്ഷെ എന്നാലും അവൻ മൈൻഡ് ചെയ്യത്തില്ല.
അതെ നീ മൈൻഡ് ചെയ്യേണ്ടടാ, ഞങ്ങളുടെ ചെറുക്കൻ പാവം സങ്കടപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന ബാറാണ്. നമ്മുടെ താനാണെങ്കിൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വായിച്ചിട്ട് മാറിയിരുന്ന് വെള്ളം അടിച്ച് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ ബാറിന്റെ ഓണറും ഭർത്താവും ശ്രദ്ധിക്കുന്നുണ്ട്. നേരെ ഇവന്റെ അടുത്ത് വന്നിട്ട് ഇരിക്കും, എന്ത് പറ്റി എല്ലാരും പോയല്ലോ, നീ എന്താ ഇതുവരെ വീട്ടിൽ പോകാത്തതെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ താൻ കരയുവാണ്. ഇവനിങ്ങനെ കരയുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് വെക്കും. എന്ത് പറ്റി, നിന്റെ പുതിയ ലവർ ആണോ എന്ന് ചോദിക്കും. കാരണം അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, എന്നെ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരുത്തനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് താനാണ് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ പൂഫേനെയും ടൈപ്പിനെയാണ് കാണിക്കുന്ന. ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. ടൈപ്പ് എന്ത് ചെയ്യും, അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ടെഡി ബിയർ വാങ്ങിച്ചോണ്ട് വരും. ഇത് പൊട്ടിച്ച് നോക്കി ടെഡി ബിയർ ആണെന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. രണ്ടുപേരും കൂടെ പൊളിയായിട്ട് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ കവിളി പിടിക്കുന്നു, മുടി പിടിക്കുന്നു. അയ്യോ ഇതൊക്കെ കണ്ടിട്ട് ടൈപ്പേ ഇടിക്കാൻ തോന്നുന്നു നമുക്ക്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു വതിക്ക് ഫ്ലട്ടിങ് ഒക്കെ കഴിയുമ്പോഴേക്കും അപ്പൻ പറയും, ഈ പാവക്കുട്ടി പിടിച്ചോ, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും. ആ റെസ്റ്റോറന്റ് കാണുമ്പോഴേക്കും ടൈപ്പ് മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട്, അയ്യോ ഈ റെസ്റ്റോറന്റ് താന് ഭയങ്കര ഇഷ്ടമാണല്ലോ, ഇതിനു മുമ്പ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പൂഫായും വന്ന് രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് ക്യാഷ്വലായിട്ട് വർത്താനം പറഞ്ഞ് പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ പൂഫ, നീ എന്തിനാ ഹോസ്റ്റലിൽ താമസിക്കുന്ന, പുറത്ത് എവിടെയെങ്കിലും വീട് നോക്കി പുറത്ത് താമസിക്കാൻ മേലേന്ന് ചോദിക്കുമ്പോൾ ടൈപ്പ്, എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് ഹോസ്റ്റലിൽ തന്നെ താമസിക്കണം, എന്നാലേ കുറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നത്, പുറത്ത് വീടെടുത്ത് താമസിക്കണമെന്നൊരു ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട് എന്ന് പറയും. പൂഫയ്ക്കാണെങ്കിൽ എന്തോ ഒരു കാര്യം സാധിച്ചതുപോലെ ചിരിച്ചോണ്ട് പറയും, അങ്ങനെയാണോ, എന്നാ നീ എന്റെ വീട് വന്ന് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ അടുത്തെവിടെയെങ്കിലും വീട് നോക്കാലോ എന്ന് പറയും. ഇൻഡയറക്റ്റ് ആയിട്ട് വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ ടൈപ്പിന് മനസ്സിലാവും. എന്നിട്ട് പറയും, അങ്ങനെയാണോ, 11 മണി കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ കേട്ടത്തില്ല, ഞാനെങ്ങനെ താമസിക്കുവാണെങ്കിൽ നിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തോട്ടേ വെക്കും, എങ്ങനെയുണ്ട്, നൈസായിട്ട് ഞാനിന്ന് വീട്ടിൽ നിൽക്കട്ടെ രാത്രിയിലത് നിൽക്കും. ഇത് കേട്ടത് നമ്മുടെ പൂഫായി ഒന്ന് ചിരിക്കും, മൗനം സമ്മതവും ആണല്ലോ. അങ്ങനെ അവർ രണ്ടും കൂടെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാണോ. അയ്യോ FF കണ്ടു കണ്ട് ഫുൾ ഡേർട്ടി മൈൻഡ് ആയിട്ടിരിക്കുക. ടൈപ്പും പൂഫ ഇവിടെ എന്തായാലും ജൽസ പാവം നമ്മുടെ താരാണ് തേപ്പ് കിട്ടിയത്. നമ്മുടെ ചെറുക്കൻ എന്തുവാ ചെയ്തെന്ന് പോയി നോക്കിയാലോ. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ താനെയാണ്. പാവം ചെറുക്കനാണെങ്കിൽ ഹോസ്റ്റൽ റൂമിൽ ഒറ്റയ്ക്ക് ഇത്രയും നൈറ്റ് ആയിട്ടും ടൈപ്പ് വരാത്തപ്പോഴേക്കും അവന് മനസ്സിലാവും ഇന്ന് എന്തായാലും അവൻ പൂഫയുടെ കൂടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് ബെഡിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ ഓർത്തിട്ട് ചെറുക്കന്റെ മുഖം തന്നെ കാണണം, പാവം. ഒന്നാമത് ബാറിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടൊക്കെയല്ലേ വന്നത്, ഭയങ്കര ഡള്ളായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോഴേക്കും പുറകെ കൂടെ ഒരു കൈ വന്ന് പതുക്കെ അവന്റെ വയർക്കൂടെ ഇങ്ങനെ അവനെ കെട്ടിപ്പിടിക്കും. വേറെ ആരും വന്ന് കെട്ടിപ്പിടിക്കാൻ, അത് വേറെ ആരുമല്ല നമ്മുടെ ടൈപ്പാണ്. എന്നിട്ട് പറയും, താൻ ഐ എം സോറി എന്ന് പറയും. തിരിയാതെ തന്നെ താൻ ഉടനെ ചോദിക്കും, നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്, അത് പിന്നെ ഞാൻ ഇത്ര നേരം പൂഫയുടെ കൂടെ ആയിരുന്നു, അവൾ എന്നെ അവിടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് ഞാനും പോയി, ഞങ്ങൾ കുറച്ചു നേരം ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്നതെന്ന് പറയും. എന്റെ പൊന്നടാ, നീ ഇതൊക്കെ ചെയ്തതും പോരാ, വന്ന് ഞങ്ങളുടെ ചെറുക്കൻ്റെ അടുത്ത് എന്തിനാടാ ഇതൊക്കെ പറയുന്നത്, മറ്റേ മുട്ടയടിച്ചെന്റെ തല കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ അവൻ ഒന്നാമത് ആ ചെറുക്കൻ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കും. അതിനിടയ്ക്ക് വന്ന് ഞാൻ ഇത്ര നേരം ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കുവായിരുന്നെന്നും കൂടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോ താന് ഭയങ്കര സങ്കടമാണ്. സങ്കടമൊന്നും പുറത്ത് കാണിക്കാതെ ചോദിക്കും, ഇതിനിപ്പോ എന്തിനാ എന്നോട് സോറി പറയുന്നത് എന്ന് ചോദിക്കും. അത് പിന്നെ എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലടാ, അവിടെ കൂടി ഇരുന്ന സമയം ഫുള്ളും ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തോണ്ടിരുന്നത്, നിന്നെക്കുറിച്ച് മാത്രം. പ്രധാനമായിട്ടും ഞാൻ നിന്നോട് പറഞ്ഞില്ല, നീ ആരുടെ കൂടെ വേണേലും ഇരുന്ന് എനിക്കൊരു കുഴപ്പമില്ലാന്ന്, ആ കാര്യം ഞാൻ ഓർത്തോണ്ടിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് വയ്യായിരുന്നു, അവിടെ കൂടി ഇരിക്കാൻ പറ്റാതെ ഇടയ്ക്ക് വെച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യാതെ തിരിച്ചു പോകുന്നതെന്ന് അറിയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ താന് നീ ഭയങ്കരമായിട്ട് വല്ല ടയേർഡ് ആയിരുന്നായിരിക്കും, അതായിരിക്കും നീ പോകുന്നത്. ടയേർഡൊന്നും അല്ലടാ, പിന്നെ ചിലപ്പോ എന്താ നിനക്ക് അവളോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല, അതായിരിക്കും. ഇങ്ങനെ കേട്ടിട്ട് ടൈപ്പിനാണെങ്കിൽ കളി വന്നിട്ട് പറയും, അതൊന്നും അല്ലടാ, ഞാനൊരു ചെറുക്കൻ, എനിക്കൊരു പെണ്ണിന്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല, ഓർമ്മ മൊത്തം നിന്റെയാണ്, നിന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറയും. താനാണെങ്കിൽ ഭയങ്കര പതുക്കെ തിരിഞ്ഞിട്ട് പറയും, മേ ബി നിനക്ക് വല്ല ചെറുക്കന്മാരെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ എന്ന് പറയുമ്പോഴേക്കും കലുപ്പായിട്ട് ഷർട്ട് കയറി പിടിച്ചിട്ട് പറയും, ഞാൻ പറയുന്നത് എന്താടാ നിനക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് നിന്റെ കൂടെ അല്ലാതെ വേറെ ആരും കൂടെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെ വേറെ ആരുടെ കൂടെ ഇരിക്കുകയോ വേണ്ട, എന്നോട് ക്ഷമിക്കടാ, സോറി എന്ന് പറഞ്ഞിട്ട് താന്റെ തോളോട്ട് കിടന്നിട്ട് ഭയങ്കരമായിട്ടും കരയാണ്. ആഹാ, താനേ ലോട്ടറി അടിച്ചല്ലോ, ചെറുക്കൻ സെറ്റ് ആയല്ലോ. ടൈപ്പിങ്ങനെ കരയുന്ന കാണുമ്പോഴേക്കും താൻ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ട് അവന്റെ തലയിൽ ഇങ്ങനെ കൈ ഓടിച്ചിട്ട് പറയും, നീ എന്തിനാടാ കരയുന്നത്, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, നീ എന്ത് ചെയ്താലും എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല, നീ വെറുതെ സങ്കടപ്പെടണ്ട, പിന്നെ നീ അപ്പം എന്റെ അല്ലേടാന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോഴേക്കും ടൈപ്പ് ഇങ്ങനെ മുഖം നോക്കിയിട്ട് അറിയും, ഇനി മുതൽ ഞാനല്ല നിന്റേത്, നീയാടാ എന്റേത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സോഫ്റ്റ് ആയിട്ട് കിസ് ചെയ്യും. സൂപ്പർ സീനല്ലേ. സെറ്റ് ആകുമ്പോ ഇങ്ങനത്തെയൊക്കെ ഒരു ഇമോഷൻ സീൻ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. അങ്ങനെ കിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ പോയി തീരുമെന്ന് നമുക്കറിയാലോ. അങ്ങനെ രണ്ടുപേരും കൂടെ അത് കണ്ടിന്യൂ ചെയ്ത് ഇന്റിമേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളെ താനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് താന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് ടൈപ്പ് പറയും, ഞാനിനി പൂഫയുടെ പുറകെ ഒന്നും പോത്തൊന്നുമില്ലടാ, അവളുമായിട്ട് ഞാൻ ബ്രേക്കപ്പ് ചെയ്ത് അതുപോലെ തന്നെ അവിടെ നമ്പറൊക്കെ ഞാൻ
ഡിലീറ്റ് ചെയ്ത്. അതന്നല്ലേ, ഇനി ഞാൻ അവിടെ പുറകെ പോയാലും അവൾ എന്നെ നോക്കത്തോരില്ല. കാരണം ഞാൻ വേറൊരാളെ ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അവളോട് പറഞ്ഞു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ താന് ഭയങ്കര ഷോക്കാണ്. അതേടാ, ഞാൻ അവളോട് പറഞ്ഞു ഞാൻ വേറൊരാളെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അത് എപ്പോഴാ പറഞ്ഞതെന്ന് അറിയാം, ഞങ്ങൾ രണ്ടുപേരും ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കുമ്പോ വെട്ടിവെച്ചാടാ ഞാൻ അവളോട് പറഞ്ഞത്. ഇത് കേട്ടതും ഒക്കെ ദേഷ്യം വന്നിട്ട് അപ്പോന്നും പറഞ്ഞ എന്റെ മുഖത്തിട്ട് ഒറ്റടി അടിച്ച്. അതൊന്നും സാരമില്ല, എനിക്കത് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നതാകുമ്പോഴേക്കും താൻ പറയും, സത്യം ഞാൻ ഉണ്ടല്ലോ, നീ ഇന്ന് റൂമിൽ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ നീയായിട്ട് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ ഇരിക്കുമായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ടൈപ്പിന് ഷോക്കായിട്ടേക്ക്, എന്ത് ഞാനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാന്നുള്ള ഐഡിയയിലാണോ നീ ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് നോക്കി ഇങ്ങനെ കൽപ്പിച്ചോണ്ടിരിക്കും. എന്നെ പറയും, അതേടാ, ഈ ആഴ്ച മൊത്തം എന്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു, നീ എങ്ങാനും വന്ന് എന്റെ അടുത്ത് ബ്രേക്കപ്പ് ചെയ്യുമെന്ന്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്ന കാണുമ്പോഴേക്കും ഉടനെ ടൈപ്പ് പറയും, സോറിയടാ, ഞാൻ നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയില്ല, ഇനി ഞാൻ അങ്ങനെ നടക്കത്തൊന്നുമില്ല, സോറി എന്ന് പറയും. ഓ അതൊക്കെ ശരി, എന്നെപ്പോലെ ഒരു ഗേ ഡേറ്റ് ചെയ്യാൻ നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഓക്കെ ആണോന്നൊന്നും എനിക്കറിയത്തില്ലടാ, പിന്നെ എന്തോ ഒരു രസത്തിന് വേണ്ടി ഞാൻ നിന്നോട് വെറുതെ ഇരിക്കുകയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും താനുണ്ടാനോ അത് ശരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പിണങ്ങും. താൻ പിണങ്ങിയിരിക്കുന്ന കണ്ടോട്ടെ ടൈപ്പ് പറയും, എടാ ഞാൻ വെറുതെ പറഞ്ഞാടാ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ല, നീ എങ്ങനെ വേണമെങ്കിലും എന്റെ കൂടെ ഇരിക്കാന്ന്, പിന്നെ എന്താന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ താന് ഭയങ്കര സന്തോഷോ, ഓഹോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാവോ, എന്നാ പിന്നെ എന്തിനാണ് സമയം വെറുതെ കളയുന്നത്, ബാ നമുക്ക് നമ്മുടെ പണി തുടങ്ങാന്ന് പറഞ്ഞിട്ട് നേരെ ചെയ്ത് നമ്മുടെ ടൈപ്പിനെ കിസ് ചെയ്യും. അങ്ങനെ അവരുടെ കലാപരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര റൗണ്ടൊക്കെയാടെ, എനിക്കൊന്നും ടയേർഡാകത്തില്ല. അങ്ങനെ ആ നൈറ്റ് അങ്ങനെ ഭയങ്കര റൊമാൻസ് ആയിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ ടൈപ്പിനാണ് ഭയങ്കര നാണമായിട്ട് താന്റെ മുഖത്തേയും നോക്കത്തില്ല. കുറെ നേരമായിട്ട് ഇവനിങ്ങനെ മുഖത്ത് നോക്കാതെ കിടന്ന് കളിക്കുന്ന കാണുമ്പോഴേക്കും താനുണ്ടായിരുന്നു ചോദിക്കും, എന്ത് പറ്റിയ ടൈപ്പ്, നീ എന്താ എന്റെ മുഖത്ത് നോക്കാത്ത, എന്റെ കണ്ണിൽ നോക്കി എന്താ സംസാരിക്കാത്തത് എന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ല, എന്താടാന്ന് ചോദിക്കും. പറയൂ, അങ്ങനെയൊന്നും ഇല്ല, എന്നാ എന്റെ മുഖത്ത് നോക്കി എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കടാന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും ടൈപ്പിന് ദേഷ്യം വേണ്ട അവന്റെ കസാരക്കിട്ട് ഒരു ചവിട്ട് കൊടുക്കും. നോക്കടാ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കടാന്ന് പറയുമ്പോ ഒന്നും കൂടെ ചവിട്ടാൻ വരുമ്പോഴേക്കും ദാനം ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്റെ കാല് കയറി പിടിച്ചിട്ട് പറയും, എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കും, എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാം, എന്നാലും ഞാൻ വിടത്തുള്ളൂ, നിന്റെ കാല് ഞാൻ വിടണമെങ്കിൽ നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ എന്റെ കാല് വിടുന്ന് പറഞ്ഞിട്ട് ടൈപ്പ് എന്ത് ചെയ്യും, പതുക്കെ താനെ നോക്കിയിട്ട് ഇവര് നോക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ മുഖം മറ്റു പറയും, ഞാൻ നിന്റെ കണ്ണിൽ നോക്കില്ല, എന്റെ കാലിൽ നിന്ന് വിടുന്ന് പറയും. ഇത് നോക്കിയെന്നോ, ഇങ്ങനെയല്ലടാ, കുറച്ചു നേരം കൂടെ നോക്ക് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇവരെ നോക്കും. പക്ഷെ എന്ത് ചെയ്യാണ്, നമ്മുടെ ടൈപ്പിനാണ് താന്റെ ഫേസ് തന്റെ കണ്ണി നോക്കി സംസാരിക്കാനേ പറ്റുന്നില്ല. ഉടനെ പറയും, ഓ ശരി ഞാൻ സമ്മതിച്ചു, എനിക്ക് നിന്റെ മുഖത്ത് ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, പോരേന്ന് ചോദിക്കും. ഇത് കേട്ടത് താൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചോദിച്ചിട്ട് പറയും, പിന്നെ ഇന്നലെ രാത്രി കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഉടനെ ടൈപ്പ് കയറി പറയാം, എനിക്ക് ഓർമ്മയുണ്ട, അന്നാ എന്തോ നിനക്ക് ഓർമ്മയുള്ളതെന്ന് ചോദിക്കാൻ പറയാം. അത് പിന്നെ ഞാനും നീയും നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഒന്നായിട്ടിരിക്കുകയാണ് എന്ന് കയറി പറയും. ഇത് കേൾക്കുമ്പോഴേക്കും താന് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങ് ചിരിയാണ്. താന്റെ ചിരി കാണും, ചില സ്ഥലത്തൊക്കെ താന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ടൈപ്പ് ആണെങ്കിൽ സോഫയിൽ ഇങ്ങനെ കിടക്കാണ്. താനാണെങ്കിൽ സോഫയുടെ താഴെ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ടൈപ്പ് എന്ത് ചെയ്യും, താന്റെ തലയിലൊക്കെ ഇങ്ങനെ തൊട്ട് തലമുടിയൊക്കെ ഇങ്ങനെ കോതിയൊക്കെ ഇരുന്നിട്ട് അത് താന്റെ മുഖം ഇങ്ങോട്ട് തിരിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങ് കിസ് ചെയ്യും. നമ്മുടെ താനാണെങ്കിൽ ഷോക്കാണ്, എന്തുവാടെ ഇവിടെ നടക്കുന്നത്, ടൈപ്പ് തന്നെയാണ് ഈ സോഫയിൽ ഇരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇവൻ ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണ്. കിസ് ചെയ്തിട്ട് പറയും, ശരി എനിക്ക് ഉറക്കം പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോകാന്നും പറഞ്ഞ് ഇവൻ തിരിഞ്ഞങ്ങ് കിടക്കും. താനാണ് ഭയങ്കര സന്തോഷം, ആഹാ സ്വപ്നമാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ എനിക്ക് ഷോക്കായിപ്പോയി. ഇവൻ ഇങ്ങോട്ട് വന്ന് റൊമാൻസ് ചെയ്യുന്ന ഇവിടെ നേരെ സിംഗട്ടിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ടൈപ്പിന്റെ അച്ഛൻ ടൈപ്പിനെ വിളിക്കും. ഓൺലൈനെ ഫോൺ എടുത്ത് ആ പറയച്ചെന്ന് പറയപ്പോ, ഇന്നലെ നീ ആണെങ്കിൽ ഒരു പെണ്ണുമായിട്ട് ഡേറ്റിന് പോയില്ല, എന്തായി വെക്കും. നല്ല അച്ഛൻ, ഓ ഒന്നും ആയില്ല അച്ഛന്ന് പറയാം. ഇത് കേൾക്കുമ്പോഴേക്കും നീ എന്റെ മോനാന്ന് പറഞ്ഞ് നടക്കുകയാണോടാ, ഓ ഇത്രയും നാളായിട്ട് നിനക്ക് ഒരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ലെന്ന് വെക്കും. ഓ അടിപൊളി, അച്ഛനും ഒരു മറ്റേ എക്സ്ചേഞ്ച് ഓഫർ വല്ലതും ഉണ്ടായിരുന്നു, കൊടുത്തിട്ട് അത് എടുക്കാം. മറ്റേ സുരാജൻ ഞറമ്മോട് പറയുന്ന പോലെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് വീട്ടിൽ ഇരിക്കുന്നതിനൊക്കെ എടുത്ത് കുളത്തിലെറിയാൻ തോന്നുന്നത്. ടൈപ്പ് എണ്ണ സമാധാനമായിട്ട് പറയാം, അത് പിന്നെ അച്ഛാ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറി പുറത്ത് വീടെടുത്ത് താമസിക്കാൻ പോവാണെന്ന് പറയുമ്പോഴേക്കും, ആന്ധ്ര നീ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്നാലേ കുറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടത്തുള്ളൂ, നീ ഒറ്റയ്ക്ക് ഇപ്പൊ വീടെടുത്ത് മാറിയിട്ട് എന്തിനാന്ന് ചോദിക്കാൻ പറയാം. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അച്ഛനൊന്നും ഓർത്ത് പേടിക്കണ്ട, ഞാൻ ഒരു മോശമായ കാര്യങ്ങളും ചെയ്യത്തൊന്നുമില്ല, പെമ്പിളാരുമായിട്ട് കറങ്ങത്തില്ല, കോളേജ് കട്ട് ചെയ്യത്തില്ല, നന്നായിട്ട് പഠിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറയുമ്പോ അച്ഛൻ പറയും, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം ഓക്കെ, പക്ഷെ ഈ പെമ്പിള്ളാരുമായിട്ട് കറങ്ങത്തില്ല എന്ന് പറഞ്ഞത് അത് ശരിയായിട്ട് വരത്തൊന്നുമില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും അമ്മ അവിടെ നിന്ന് ഭയങ്കര വഴക്കുണ്ടാക്കും, മോനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്
ടൈപ്പ് ഉണ്ടായിരുന്നു. അച്ഛ പ്ലീസ് അച്ഛൻ്റെ പൊന്നാരിയല്ല ഞാൻ, പ്ലീസ് ഞാൻ പുറത്ത് പോയി താമസിച്ചോട്ടേന്ന് ചോദിക്കുമ്പോഴേക്കും പറയാം ആ ശരി നീ എന്തെങ്കിലും ചെയ്യും, അമ്മ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങ് ഫോൺ കട്ട് ചെയ്യും. ഇത് കേട്ടോണ്ടാണ് നമ്മുടെ താൻ വരുന്നത്. പതുക്കെ പുറകോട്ട് വന്നിട്ട് നമ്മുടെ ടൈപ്പിനെ ഹഗ് ചെയ്തിട്ട് അവന്റെ തോളോട്ട് കിടന്നിട്ട് പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ചെവി എന്നിട്ട് പറയും പൊന്നാരിയാണോ ഇത് എന്ന് ചോദിക്കും. പൊന്നാരി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനെയാണോ തന്നെ വീട്ടിൽ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ടൈപ്പിന് ദേഷ്യം വേണ്ട തിരിഞ്ഞു നോക്കിട്ട് പറയും ദേ ഇത് വെച്ച് എങ്ങാനും എന്നെ കളിയാക്കാൻ നോക്കിയാണല്ലോ, ഇടിച്ച് നിന്നെ ഞാൻ ഷേപ്പ് ആക്കുമെന്ന് പറയും. ഞാൻ പറയും അതൊന്നും ഇല്ലടാ, പിന്നെ ഈ പൊന്നാരിക്ക് ഉറക്കത്തെ തള്ള വല്ല വായിലിടുന്ന ശീലം വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞ് ചുമ്മാ ടൈപ്പിനായിട്ട് കളിയാക്കൊണ്ടിരിക്കുക. ടൈപ്പിനാണ് ഇത് കേട്ടിട്ട് കളി വന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയും എന്താ നിന്നെ ഒന്നും ആരും ഇങ്ങനെ വീട്ടിലൊന്നും വിളിക്കത്തില്ല എന്ന് ചോദിക്കും. പറയും എന്നെ ഇങ്ങനെ ആരും ഒന്നും വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് പതുക്കെ ടൈപ്പിന്റെ അടുത്ത് വന്ന് പുറകെ കൂടെ മുറുക്കി ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് വയ്ക്കും. ഹോസ്റ്റലിൽ നിന്ന് പുറത്തുപോയി വേറെ വീടെടുത്ത് താമസിക്കുന്നതിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞില്ല. അച്ഛൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കാൻ പറയും അച്ഛനൊന്നും പറഞ്ഞില്ല, എന്നാലും വലിയ കലിപ്പൊന്നും ഇല്ലെന്നാ തോന്നുന്നത് എന്ന് പറയും. ഇത് കേട്ടൻ താൻ ഭയങ്കര ഹാപ്പി ആയിട്ട് മുറുക്കി ഹഗ് ചെയ്തിട്ട് പറയും അങ്ങനെയാണോ, എന്നാൽ നാളെ തൊട്ട് നമുക്ക് പുതിയ അപ്പാർട്ട്മെന്റ് തപ്പിയാലോ എന്ന് ചോദിക്കാൻ പറയും വേണ്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ അങ്ങ് വെറുതെ വിടുമല്ലോ. ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്താന്ന് പറയും. അങ്ങനൊന്നും ഇല്ലടാ, ഞാൻ ഒന്നിനും വേണ്ടി നിന്നെ നിർബന്ധിക്കത്തില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഓക്കെ പറയുന്നേരം വരെ ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ കെഞ്ചി നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈപ്പിനെ ഒന്ന് മുറുക്കി അങ്ങ് ഹക്കിയാണ്. ടൈപ്പ് ഉണ്ടെടാ എന്തുവാടാ മാറുക, എന്റെ ദേഹം മൊത്തം ഭയങ്കര വിയർപ്പ്, എനിക്ക് ഭയങ്കര ആവി എടുത്തിട്ട് വയ്യെന്ന് പറഞ്ഞപ്പോൾ ആവിയോ എനിക്ക് തണുത്തിട്ട് വയ്യ, ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്ന പറഞ്ഞ് മുറുക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. പിള്ളേർ നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമുക്ക് ഈ ഹാപ്പിയുള്ളടത്ത് വെച്ച് ഇതങ്ങ് എൻഡ് ചെയ്തേക്കാം. അപ്പൊ എപ്പിസോഡ് എങ്ങനെ ഉണ്ടാകുന്ന കമന്റ് ചെയ്യുക. പിന്നെ ഇത്ര നാളും വരാത്തത് കൊണ്ട് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. വീഡിയോയുടെ ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാറ്, ഞാൻ ഓൾറെഡി പകുതി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അവസാനം പറയാമെന്ന് വിചാരിച്ചു. ഐ ആം വെരി വെരി സോറി. എല്ലാവരും വെച്ച മെസ്സേജും കമന്റും ഒക്കെ ഞാൻ കണ്ട് സോറി. പിന്നെ എന്തായാലും നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാൻ കാണുമെന്ന് എനിക്കറിയാം, എന്തായാലും കമന്റ് വിളിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ എപ്പിസോഡ് എങ്ങനെ ഉണ്ടാകും കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.